first thing I want to make clear is I'm not a review blogger at all. I try anything and everything. I am more of a food know-how blogger. ഇപ്പൊ എന്റെ Know Your Food എന്ന് പറഞ്ഞ സീരീസ് തന്നെ I do so much reading and I get to work in this industry quite a lot. അതിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻ ആണ് ഞാൻ പറയുന്നത്. ഇപ്പൊ ഈ ഫുഡിൽ കായമുണ്ട്. അപ്പൊ കായം എന്താണ് സംഭവം, കായം എവിടെ നിന്നാണ് വരുന്നത്, കായത്തിനെ പറ്റി നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? അങ്ങനെയാണ് ഞാൻ Know Your Food ഇടുന്നത്. ഇപ്പൊ ഞാൻ അടുക്കളയിൽ കുക്ക് ചെയ്യുമ്പോഴായിരിക്കും എനിക്ക് ഒരു Know Your Foodന്റെ എപ്പിസോഡ് പെട്ടെന്ന് തോന്നുന്നത്. ഇപ്പൊ റിവ്യൂ സൈഡ് നോക്കുമ്പോൾ I do 2-3 modes. എന്നെ ചിലവർ വിളിക്കും, എന്റെ ഫുഡ് ഒന്ന് ട്രൈ ചെയ്തിട്ട് പറയാമോ എന്ന് ചോദിക്കും. അപ്പൊ ഞാൻ ഷൂട്ട് ചെയ്ത് തുടങ്ങും. ആൻഡ് ഐ ടെൽ ദം ഞാൻ പേയ്മെന്റ് മേടിക്കത്തില്ല, എനിക്ക് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുവാണെങ്കിൽ ഞാൻ വന്ന് ട്രൈ ചെയ്യാം. അന്ന് ഞാൻ ട്രൈ ചെയ്യുന്ന ഫുഡ് ഷൂട്ട് ചെയ്ത് വെക്കാം. ഇഫ് ഐ എം സാറ്റിസ്ഫൈഡ് ഐ പോസ്റ്റ് ഇറ്റ്. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ ഒരു 5 പ്രാവശ്യം പോയി എനിക്ക് ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയ സാധനം ഞാൻ ഇങ്ങനെ ആലോചിക്കും, ഇതെന്താ ഞാൻ ഇതൊരു വീഡിയോ ചെയ്യാത്തത്. അപ്പൊ ഞാൻ ആ റെസ്റ്റോറൻറ്റ് ചെയ്യും. എനിക്കൊരു മൂന്നാമത്തെ ആംഗിൾ ഉണ്ട്. എനിക്ക് തന്നെ ഇഷ്ടമല്ല. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ഈ നൂക്കിൻ കോർണേഴ്സിൽ നിന്ന് കടകൾ ഞാൻ വീഡിയോ ചെയ്യത്തില്ല. കാരണം അവിടെ തിരക്ക് കൂടി പിന്നെ അവസാനം എനിക്ക് ഫുഡ് കിട്ടില്ല എന്നുള്ള സങ്കടം കാരണം അങ്ങനെ ഞാനിങ്ങനെ പ്രിസർവ് ചെയ്ത് വെച്ചിരിക്കുന്ന കുറെ കടകളുണ്ട്. ഞങ്ങൾ എപ്പോഴും പോകുന്നൊരു കടയാണ് പലാരം. കൊച്ചിയിൽ എപ്പോൾ പോയാലും നമ്മൾ ട്രെയിൻ ഇറങ്ങി ആദ്യം പലാരത്ത് പോകും. ഒരു 10 പ്രാവശ്യം 15 പ്രാവശ്യമെങ്കിലും പോയിട്ടുണ്ടാവും. പോയി ഇഷ്ടപ്പെട്ട് ഒരേ 2 ഡിഷ് നമ്മൾ റിപ്പീറ്റഡ്ലി ഓർഡർ ചെയ്യാൻ പറയുമ്പോൾ നമ്മളിങ്ങനെ ആലോചിച്ച് നമ്മളെന്താ ഈ ഡിഷിനെ പറ്റി ഇടാത്തെ, ഇവർക്ക് കാക്കനാട് ഔട്ട്ലെറ്റ് ഉണ്ട് ഇടാം എന്ന് പറഞ്ഞിട്ട് വെറുതെ ഷൂട്ട് ചെയ്ത് വീഡിയോ പോസ്റ്റ് ചെയ്തതിന് ശേഷമാണ് ആ ഓണർ കണ്ടിട്ട് എന്നെ വിളിക്കുന്നത്. വെച്ചാൽ പറഞ്ഞില്ലല്ലോ വീഡിയോ എടുത്തു എന്ന്. അപ്പൊ ഞാൻ ഇല്ല, എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടതാ. അപ്പൊ അങ്ങനെയും ചെയ്യാറുണ്ട്.